ഇതാണ് എൻ്റെ തീരുമാനം. ഒരു പെണ്ണിനെ ജയിലിലേക്ക് അയച്ചുന്ന ശാപം എൻ്റെ അനിയന് വേണ്ട. പക്ഷെ ഇവളിനി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറാനും പാടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണിത്. നിന്നോട് ശിവാനി ചെയ്ത ചതിക്കുള്ള ശിക്ഷ ഇതാ നോക്ക്. മതി, ഇതാണ് ശരിയായ തീരുമാനം. ഇവിടെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ടേക്കേട്ടാ. വേഗത്തിൽ ഒപ്പിട്ട് വന്നിട്ട് പോവാൻ നോക്ക്. എന്താ ഇത്? മ്യൂച്വൽ ഡിവോഴ്സിനായിട്ടുള്ള ഫോമാ, സമ്മതപത്രം. ഇനി ഒരിക്കലും നീ പ്രണവിന്റെ വഴിയിൽ പോലും വരരുത്. ഇനി നിനക്ക് പ്രണവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവാനും പാടില്ല. പ്രണവുമായി നിനക്കിനി ബന്ധം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവന്റെ സ്വത്തുക്കൾക്കോ ജീവനാംശത്തിനോ പോലും അവകാശം ഉണ്ടായിരിക്കത്തില്ല. ഇതിൽ ഒപ്പിട്ട് തന്നിട്ട് അമ്മയും കൂട്ടി എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോണം നീ. എന്തോന്നാ ഗൗതം ഇത്? എന്റെ മോള് ചെയ്ത ചെറിയൊരു തെറ്റിന് ഇങ്ങനെയാണോ ശിക്ഷിക്കുന്നേ? ചെറിയ തെറ്റോ? പ്രഗ്നന്റ് ആണ്, ഇരട്ട കുട്ടികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് താലി കെട്ടിയ പുരുഷനെ 5 മാസം വരെയും പറ്റിക്കുന്നതാണോ ചെറിയ തെറ്റ്? കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട ഏട്ടാ, ഒപ്പിടിക്ക്. ഇല്ല, ഞാൻ ഒപ്പിട്ട് തരില്ല. പ്രണവേ പ്ലീസ്, എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്രണവേ പ്ലീസ്. ഒപ്പിട്ട് കൊടുത്തിട്ട് പോവാൻ പറഞ്ഞാ പൊക്കോണം. എനിക്ക് പോവാൻ ഒരിടവും ഇല്ല. ഞാൻ പ്രണവിനെ വിശ്വസിച്ചിറങ്ങി വന്നതല്ലേ. വിശ്വസിച്ചിറങ്ങി വന്നോ? എടി, വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ? ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും വെറുപ്പിച്ചിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ഇവൻ. ആ ഇവനോടാ നീ വിശ്വാസവഞ്ചന കാണിച്ചത്. എന്നിട്ടിപ്പോ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്നോ? നീ ഇപ്പൊ ഒപ്പിട്ട് തരുന്നോ ഇല്ലയോ? ഞാനിത് ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് പ്രണവിന്റെ ഭാര്യയായിട്ടായിരിക്കും. പ്രണവേ, എങ്കിൽ പിന്നെ ഇനി നോക്കാനൊന്നുമില്ല, പോലീസിനെ വിളിക്കാം. കള്ളഗർഭം അഭിനയിച്ചതിനും അതിന് ഡോക്ടറുമായി ചേർന്ന് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതിനും ജയിലിൽ പോയി കിടക്കാനാണ് നിന്റെ യോഗമെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ഗൗതം, സമയം കളയാതെ വിളിക്ക്. അയ്യോ, പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഇവിടെ ഒപ്പിട്ട് തരും. അമ്മ എന്താ പറയണേ? ഒപ്പിട്ട് തരുന്നതായിരിക്കും നല്ലത്. മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. പറയുന്ന കേക്ക് ശിവാനി, ഒപ്പിട്ട് കൊടുക്ക്. വെറുതെ പോലീസും കേസും ആയ വീട്ടിലേക്ക് പോലും ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാവും നമുക്ക്. പറഞ്ഞേക്കാം. ഇടി, ഒപ്പിട്ട് കൊടുക്കാനാ പറഞ്ഞത്. പിടിക്ക്, ഒപ്പിട്. നോക്കിക്കൊണ്ട് നിൽക്കാതെ ഒപ്പിട്ട് കൊടുക്കടി.
ഇനി നിനക്കും ഈശ്വരമംഗലം തമ്മിലോ ഇവനുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഓ മുന്നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി, പോവാൻ. വാ പോ. വാ